Where are you from? India. Algeria? India. Ah, India. Very good country. What are you doing here? Tourist. The black. അയാന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓളൊപ്പം സഡൻ മുടി കെട്ടി എന്തോ വേദന ഞങ്ങള് കത്തടന്റെ മേലെ താഴോട്ട് ഇറങ്ങിയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഒറ്റ പെയ്ത ഈ ബോട്ടിലൊക്കെ പോകുന്നത് കുടുങ്ങിയുണ്ടാവുമല്ലോ ഒറ്റടിക്ക്. വെൽക്കം ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ റഷ്യയിലെ ആറാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമുക്ക് ചില സ്ഥലങ്ങൾ ക്ലോസ് ആയതുകൊണ്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കത്തീഡ്രലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് പോകണം, പിന്നെ ഇവിടുത്തെ കുറച്ച് മെട്രോ സ്റ്റേഷൻസ് ഒന്ന് കാണണം ആണ് പ്ലാന്. പിന്നെ ഇന്ന് ഫുൾ ഡേ നമ്മുടെ കയ്യിലുണ്ട്. നാളെ പുലർച്ചെ നമുക്കിനി ഇതുള്ളൂ, ഫ്ലൈറ്റ് ഉള്ളൂ. നമുക്ക് അതുവരെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദ സെന്റ് പീറ്റേഴ്സ്ബർഗ് വാട്ട് വി ലെഫ്റ്റ്. നടന്നു പോകുമ്പോൾ ഞാൻ വേറൊരു ഷോപ്പ് കയറിയതാണ്. ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ ആദ്യം വന്നിട്ട് ട്രേ എടുക്കാം, ട്രേൻ്റെ അകത്ത് ഫുഡ് ഇങ്ങനെ ഇടാം. അത് കഴിഞ്ഞിട്ട് അവരോട് ബില്ലടിക്കും, എന്നിട്ട് ഇവിടെ എടുത്ത് കഴിക്കാൻ വേണ്ടത്. ഇതിൽ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട്, പക്ഷെ എന്താണ് ഐറ്റം എന്താണെന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഫെമിലിയർ ആണ്, പക്ഷെ എന്താണ് ഏതാണെന്ന് അറിയില്ല. പിന്നെ ഇവർക്ക് പറയാനുള്ള ലാംഗ്വേജ് ഇവർക്കും അറിയില്ല. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ചും കൂടെ അടിക്കാം. ഞാനപ്പോൾ റൈസ് കണ്ടിട്ട് പോയി നോക്കിയാണ്. ഇവിടെ റൈസ് അപ്പം ഞാൻ പറഞ്ഞില്ല, പക്ഷെ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് അതിൻ്റെ അകത്തുണ്ട്, മിൽക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇത് മിൽക്കി റൈസ് എന്നാണ് ഒരു പറഞ്ഞത്. പിന്നെ ചിക്കൻ കട്ട്ലറ്റ് ആണ്. പിന്നെ ഇത് ഞാൻ എല്ലാവരും ഇങ്ങനെ ഡ്രിങ്ക് കുടിക്കുന്നതാണ്, എല്ലാ സ്ഥലത്തും ഡ്രിങ്ക് ഉള്ളത്. ഇത് ഡ്രൈഡ് ഫ്രൂട്ടിന്റെ ഒരു കോമ്പിറ്റ് ആണ്. സോ നമ്മൾ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ വലിയ പറ്റായ്മ ഉണ്ടാവില്ല, നമുക്ക് ഏകദേശം പറ്റുന്നുണ്ട്. ഇത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയപ്പോഴാണ് ഇങ്ങനത്തെ ഷോപ്പുകൾ കാണാൻ തുടങ്ങിയത്. മോസ്കോയിൽ ഹൈലി എക്സ്പെൻസീവ് അല്ലെങ്കിൽ അങ്ങനത്തെ യൂറോപ്യൻ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ നിന്ന ഏരിയാസിലൊക്കെ. സോ ഇതൊന്ന് കഴിച്ചോടാ. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ മാതിരി ഇതിലിട്ടാട്ടോ, റൈസും വിത്ത് മിൽക്കാ, കൊള്ളാം. പിന്നെ ഇത് കട്ട്ലറ്റിന് മുകളിൽ പൊളിച്ചായിട്ടുണ്ട്. ഇത് എനിക്ക് എല്ലാം കൂടി ഏകദേശം ഇത് രണ്ടും കൂടി 300, ഇത് 95 അടക്കം 395 ആയിട്ടുള്ളൂ. വീണ്ടും കുറെ നടന്നു കളിക്കണ്ട വെച്ചിട്ട് ഞാൻ ടാക്സി എടുത്താണല്ലോ. ടാക്സി ഒക്കെ പറഞ്ഞ പോലെ ചെറിയൊരു ഡിസ്റ്റൻസ്, ഈവൻ 100-നായാലും 200-നൊക്കെ ആയാലും ടാക്സീസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന റൈഡ് 250 ആണ്. അങ്ങനെ മിനിമം ഒന്നുമില്ല, ഞാൻ 150 വരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചില ഷോർട്ട് ഡിസ്റ്റൻസ് കേട്ടോ. നല്ലതാണ്. സെന്റ് കത്തീഡ്രലില് ഇവിടെ എത്തി. ടിക്കറ്റ് എടുക്കാനൊക്കെ നല്ല ക്യൂ ഉണ്ട്. പോയി നോക്കട്ടെ. ഇതിന്റെ മേലെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്, കയറാൻ മൊത്തം കാണാന്ന് പറഞ്ഞ് ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. നല്ല ക്യൂ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കാസാന്നാണ് ഒരു ഇതിന് ടിക്കറ്റ് ഓഫീസാണ്. അപ്പൊ ഞാനിതൊക്കെ ഓരോരോ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് വരുന്നത്. ഈ വീഡിയോയിൽ ഇവര് 300 രൂപ കൊടുത്താണ് ഡ്രോപ്പ് കയറിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അറിയുന്നത് ആ റൂഫിൽ ഇങ്ങനെ കയറാൻ പറ്റുന്നുള്ളേ. ഇനി ഉള്ളോട്ടേക്കുള്ള എൻട്രൻസിന് വേറെ പൈസ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അവിടെ വേറെ 450-500 എഴുതി വെച്ച് കണ്ടു, അതെന്താന്നുള്ളത് എനിക്കും അറിയില്ല. എന്റെ പ്രൗഢ ഗംഭീരമല്ല. എന്റെ പേര് സെന്റ് ഐസാക് കത്തീഡ്രൽ എന്നാണ് കേട്ടോ. എൻട്രൻസ് ദ കോളനേഡ് എന്നാണ് പറയുന്നത്. നമ്മളവിടെ ടിക്കറ്റ് വെച്ചു, നേരെ കയറുന്നുണ്ടോ, സ്റ്റെപ്പ് പോയാലുണ്ടോ മേലോട്ട് കയറാനുള്ള പണ്ടത്തെ ഒരു ഗോപുരം മാതിരി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്തായാലും കുറച്ച് പടികൾ കയറാനുണ്ടാവും ഫോർ ഷുവർ. പടികളുടെ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ താഴോട്ട് 33-41 അവിടെ കാണുന്ന ഏകദേശം 200 സംതിങ് സ്റ്റെപ്സ് ആണ് വരുന്നത്. ഒന്ന് ആളുകളൊക്കെ കിതച്ചു തുടങ്ങി. ആ പടികളൊക്കെ കയറി വന്നിട്ട് വീണ്ടും മേലോട്ട് പടികളുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗ് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് 300 rubles man, around 10-15 dirhams only. You can see. കയറി വന്നാൽ കാണുന്ന കാഴ്ചയാണ് ആള് അടിപൊളിയല്ലേ. അത് ഈ സിറ്റിന്റെ ഏറ്റവും ബ്യൂട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫ് ടോപ്പ് ഗാർഡൻ നോക്ക്, റെസ്റ്റോറന്റ് എല്ലാത്തിനും ഡിഫറെന്റ് കളറാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായത് കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് നോക്കിയാല് ആ പച്ച കളറിൽ കാണിക്കുന്നതാണ് നമ്മൾ ഇന്നലെ പോയ ഹെർമിറ്റേജ് മ്യൂസിയം അല്ലെങ്കിൽ വിന്റർ പാലസ് എന്ന് പറയുന്ന സാധനം. അതിന്റെ മുന്നിലെ കനാലിൽ കൂടെ നമ്മൾ ഇന്നലെ ബോട്ടിങ്ങിന് പോയത്.
പിന്നെ അവിടെ കാണുന്നത് കസാൻ കത്തീഡ്രല്. പിന്നെ നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ ഒരു മോസ്കോ റെഡ് സ്ക്വയർ മാറ്റ ബിൽഡിംഗ് ആണ്. അതാണ് എന്താണ് സേവിയർ ഓൺ ദ ബ്ലഡ് എന്ന് പറയുന്നത്. ഞാൻ അവിടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടൊന്നും ചില്ലറ നടക്കാനൊന്നല്ല കേട്ടോ ഉള്ളത്, ഒരുപാട് ദൂരം ഉണ്ട്. ഇത് ബിൽഡിങ്സ് ഒക്കെ കാണാൻ തന്നെ അടിപൊളിയാണ്, നല്ല രസമാണ് കേട്ടോ. സ്ഥലങ്ങൾ കാണാനുള്ള ബ്യൂട്ടി മാത്രമല്ല കേട്ടോ, ക്രൗഡും കൂടെ ഒന്ന് മനസ്സിലായിക്കോ. ഇത്രയും ക്രൗഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഏകദേശം സമയം 2 മണി ആവാറായി. ഇവിടെ 6 മണി വരെയാണ്, അതായത് 5:30 ക്ലാസ് ടിക്കറ്റ് കൊടുക്കും, പിന്നെ കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, മ്യൂസിയത്തിലേക്ക് 450, ഇതിന് 300 വേറെ ഉണ്ട്, 750 ഒരു മ്യൂസിയം കൂടി കാണണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഈ മേലത്തെ വ്യൂ കാണാനായിട്ട് വന്നതാണ്. പുഴം വെയില് ഇന്നാണെങ്കിൽ നോക്ക്, നല്ല കാറ്റും നന്നായിട്ട് മൂടി, ഇപ്പൊ മഴ പെയ്യുന്നുള്ള അവസ്ഥയിലുള്ളത്. അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺഎക്സ്പെക്ടഡ് തിങ്സ് ആണ് പോയേ. എന്താ വേറെ ട്രിപ്സ് ഒന്നും ബുക്ക് ചെയ്യാത്ത ഭാഗ്യേ. വീട്ടിലും മഴ വരാൻ പോകുന്ന പേരുണ്ട് കേട്ടോ. ഈ ഇസക് കത്തീഡ്രലിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന തന്നെയാണ് കേട്ടോ അലക്സാണ്ട്ര ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്, സമ്മർ ഗാർഡൻ എന്നാണ് അതിന് പറയാ. പിന്നെ നമ്മള് ഗാർഡൻസ് ഒന്ന് കാണാനായിട്ട് പ്രത്യേകിച്ച് ഇരിക്കപ്പെടുത്തി വന്നത് കാരണം മഴ ഒടിഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും സമയം സ്പെൻഡ് ചെയ്യുന്ന കേട്ടോ. ഇത് നമ്മുടെ ഷോപ്പിംഗ് ടൂർസ് ഒക്കെ വരുന്ന സമയത്ത് അവർ മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത്. നല്ല ശരിക്കും മഴ പെയ്തിട്ടാ. അതിനിപ്പോ ഞാനാണെങ്കിൽ ഫോർട്ടിലൊക്കെ പോകുന്നത്, ഫോർട്ടിലൊക്കെ കയറാൻ പറ്റുമെന്ന് പഠിച്ചോന്ന് അറിയാം. ഈ സമയത്ത് മെട്രോ ടൂർ നടന്നാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. ബട്ട് ലെറ്റ്സ് സീ. പഴയ റഷ്യൻ നിർമ്മിത വണ്ടിയാണ്, ബസ്സാണിത്. ഇതിന്റെ അകത്തൊക്കെ പോകാൻ പറ്റുന്ന ടൂറിസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ ഇതിലൊക്കെ ബുക്ക് ചെയ്യാം. അതേപോലെ അവിടെ കുതിര വണ്ടി ഉണ്ട്, ഇതിൽ പോവാം. കെട്ടിടമായിട്ടുള്ള അന്നേരം പെട്ടെന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്യാൻ തോന്നിയാൽ നന്നായി. ടാക്സി വരുന്നതിന് 1 മിനിറ്റ് മുമ്പ് മഴ പെയ്ത് ഓടി വണ്ടി കയറിയത്. ഇപ്പൊ ആ കാണുന്ന ഒരു ഫോർട്ട് ഉണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഇത് കാണുന്ന ആ ഫോർട്ട് ിലേക്കാണ് ഞാൻ വന്നത്. പക്ഷേ ഈ മഴത്തിന് ഞാൻ ഫോർട്ട് കയറിയിട്ട് ഉണ്ടാക്കാനാണ് പുറത്തുകൂടെ നടന്ന് കാണേണ്ട സംഭവങ്ങളൊക്കെ. അപ്പൊ ഞാൻ അവനോട് പറയുക കാര്യം മെട്രോയിൽ ഇറക്കി കയറാ, മെട്രോ ടൂറെങ്കിലും നടക്കട്ടെ, അതാകുമ്പോൾ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടില്ല. മെട്രോയിൽ മൊത്തം നടന്ന് കണ്ടിട്ട് അപ്പൊ നല്ല മൂടി കെട്ടിയിട്ടുള്ള. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നിൽക്കലുണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസിൽ ഒന്നും പേരുണ്ടല്ലോ. പക്ഷെ മഴന്റെ ഇന്നലെ യാതൊരു ലക്ഷണവും ഇല്ല. എന്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെയിലൊക്കെ കണ്ടിട്ട് ആകെ പരിപാലിച്ചിട്ട് റൂമിലെത്തി ക്ഷീണിച്ച് കിടന്നുറങ്ങി. ഞാൻ പിന്നെ രാത്രി ഇറങ്ങിയ ബോട്ടിങ്ങിന് പോയതാ. പക്ഷെ അതൊക്കെ അടിപൊളി. എന്നാലും തന്നെ വലിയ കുഴപ്പമില്ല, ബോട്ടിങ് അടിപൊളിയായിട്ട് തീർന്നു. ഇന്നിപ്പോ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്താ. പക്ഷെ അൺഎക്സ്പെക്ടഡ്ലി നല്ല മഴ, അതും 2 മണി സമയമാകും. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ആപ്പ് കുറച്ചുകൂടി ചെറുതാണ്. അതും ഓരോന്ന് എൻഡ് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ കണക്ട് ഉണ്ട്, ബസ് സ്റ്റേഷൻ കണക്ട് ഉണ്ട്. അപ്പൊ ഞാൻ മറ്റേ മഴ പെയ്തപ്പോൾ അവിടെ ഇറങ്ങാതെ നേരെ ഗോർക്കോസ്കയർ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഔട്ടോവോ, ഈ കിറോവ്സ്കി, അതേപോലെ നറുസ്കായ, ഇതൊക്കെ ഒരു ലൈനിലാണ് വരുന്നത്. അതേപോലെ തന്നെ അഡ്മിറൽസ്കായ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, പക്ഷെ അത് പർപ്പിളിലാണ്. പിന്നെ ഇത് കംപ്ലീറ്റ് പഴയ ഓൾഡ് ലൈൻ ആണ്, അത് അടിപൊളി. അതേപോലെ ഇവിടെ പ്ലോസ്റ്ററിൽ വരണം, മായക്കോസ്കാവയിൽ വരണം. അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കയറി അടുത്തടുത്തേക്ക് പോയി നോക്കട്ടെ. മെട്രോസ് നമ്മളെ കോയിൻ ഷേപ്പിലാണ് കേട്ടോ. കോയിൻ ഷേപ്പിലുള്ള കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഓപ്പണം. അതുപോലെ ഇവിടുത്തെ ഇത് കാണാൻ നല്ല രസമില്ല, ഇത് എത്ര താഴെ എത്തണം എന്നുള്ളത്. പക്ഷെ ഇതൊരു വൻ രസമാണ് ഈ എലിവേറ്റർ കാണാൻ തന്നെ. മോസ്കോ മെട്രോന്റെ ഒക്കെ അതേ സെറ്റപ്പും കാര്യങ്ങളും അതിനവിടെ, പക്ഷെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്. കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ തോന്നുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഏകദേശം 1.5 മിനിറ്റ്, അതായത് 2 മിനിറ്റ് എങ്കിലും എടുക്കൂട്ടോ മേലെ താഴോട്ട് എത്താന്നാണ് ഈ എലിവേറ്റർ. അത്രയും വലിയ എലിവേറ്റർ. നമുക്ക് പോകേണ്ടത് കുപ്ചിനോയിൽ കയറിയിട്ട് ഒരു സ്റ്റോപ്പ് ഇപ്പുറത്തേക്ക് ഇറങ്ങാണ് നാട്ടത്. ഉള്ളത് മായക്കോവ്സ്കായ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ കണ്ട കംപ്ലീറ്റ് 2 സൈഡിലും മറ്റേ ഇത് ഒട്ടിച്ചതാണ്, മാർബിള്. അതുപോലെ മെട്രോസ് ക്ലോസ് ആവുന്ന നോക്കാം. മെട്രോസിന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിനുള്ളിലൂടെയാണ് മെട്രോ പോകുന്നത്. ഇവിടെ ഫുള്ളൊരു കവർ ചെയ്തിട്ടുണ്ട് നല്ല ഗ്ലാസ് വെച്ചിട്ട്. ഇതും ഒരു ഇന്റർസ്റ്റേഷൻ ആണ്. പ്ലോഷ ദോസ്താനിയ എന്ന് പറഞ്ഞതിലാണ്. ഞാൻ റെഡ് ലൈനിലേക്ക് മാറാണ്. ഗ്രീനിലാകെ ഇത് മാത്രമേ കാണാണ്ടായിരുന്നുള്ളൂ. അടിപൊളി മെട്രോ സ്റ്റേഷൻ അല്ലേ, സൂപ്പർ. ലൈറ്റ് പ്രതീക്ഷയില്ല, സൂപ്പർ. കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്
ഇത് അടുത്തൊരു മെട്രോ സ്റ്റേഷൻ ആണ്. ഇതിന്റെ പേര് അലക്സാൻഡ്രിയ പുഷ്കിൻസ്കായ. അലക്സാണ്ടർ പുഷ്കിൻ എന്ന് പറഞ്ഞ ഫേമസ് പോയറ്റ് ഉണ്ട്. ഇവിടുത്തെ ആളുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്ത സാധനമാണെന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഇന്റർചേഞ്ചും കൂടിയാണ്. നമുക്ക് ഇനി മേലത്തെ മെട്രോ സ്റ്റേഷൻ കൂടി കാണണം. അതും ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ നല്ല ജനവും തിരക്കുണ്ട്. മോസ്കോയില് കുറച്ചും കൂടി ഫ്രീ ഉണ്ടായിരുന്നു ഫോട്ടോസും കാര്യമൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. ഫുള്ള് ക്രൗഡാണ് ഇവിടെ. ഈ മെട്രോ സ്റ്റേഷന്റെ പേര് സ്വനിഗോഡോർസ്കായ എന്നാണ്. ഇതും പുഷ്കിൻസ്കായ ഒറ്റ സ്ഥലത്ത് തന്നെയാണ്. മെട്രോ സ്റ്റേഷൻ ആണിത്. ഇത് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ ഈ മാർബിൾസ് കാര്യങ്ങളൊക്കെ റിനോവേറ്റഡ് ആണ്. പക്ഷേ ഈ ചിത്രം കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഫേമസ് ആയിട്ടുള്ള സാധനം ഉണ്ടോ. ഗംഭീര പിക്ചർ സ്റ്റേഷനാണ്. ഇതിന്റെ തന്നെ വേറൊരു ഏരിയ ആണ് കേട്ടോ അത്. ഈ മെട്രോസ് വന്നിറങ്ങി ഒറ്റയടിക്ക് ഒരുപാട് ആൾക്കാർ വരും. ഇതാണ് അഡ്മിറൽറ്റസ്കായ എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡീപ്പസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 102 മീറ്റർ ഗ്രൗണ്ട് ലെവലിന് താഴത്താണ് ഈ മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഈ ഒരു മെട്രോ സ്റ്റേഷന്റെ പ്രത്യേകത. ഇതുള്ളത് പർപ്പിൾ ലൈനിലാണ് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ പേര് കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മാപ്പൊക്കെ നോക്കിയപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നെയിംസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റൂട്ട് തീരുമാനിക്കാം. പിന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഹെർമിറ്റേജ് മ്യൂസിയം ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ പോയി വിന്റർ പാലസ് എന്ന് പറയുന്നത്, അവിടേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ അതിനടുത്താണ് ഇത് വരുന്നത്. ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കളറും ഒക്കെ ഇതാണ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് മെട്രോ കാണാനുള്ള രസത്തിനേക്കാളേറെ ഇന്റർചേഞ്ച് ആവാണ്ട് ഇറങ്ങിയതാണ്. ഓക്കെ, ഉണ്ടല്ലോ ലൈറ്റ്സ് മേലത്തെ ലൈറ്റ് ഒക്കെ മാറ്റാൻ തന്നെ എത്ര പണിന്റെ ആലോചിച്ച് നോക്കി. അതിന്റെ ഉള്ളിൽ കൂടെ കഴിച്ചെടുക്കാം. ദീപശിഖ പോലാണ് കേട്ടത്. ആണ് നർവസ്കായ എന്നാണ് ഈ മെട്രോ സ്റ്റേഷന്റെ പേര്. അപ്പൊ ഈ കാണുന്ന രണ്ട് സൈഡിലുള്ളതും ഇതുപോലെ തന്നെ ഇതിന്റെ ഇവിടുത്തെ USSRന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളാട്ടോ. USSRന്റെ സിമ്പലും കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഈ കാണുന്നതും. ശരിക്കും കൊത്തി വെച്ചേക്കുന്നതിലൊക്കെ പലതരത്തിൽ ഓരോ പ്രൊഫഷനും ഉണ്ടെന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഓരോ പ്രൊഫഷൻസിന്റെയും ഇപ്പൊ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ വർക്ക്, പിന്നെ നഴ്സുമാര്, അങ്ങനത്തെ ഡിഫറെന്റ് കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിനകത്ത്. കിറോസ്കി ജിയോ എന്ന് പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷൻ. ഇത് ഭയങ്കര ഫേമസ് ആണ്. കിറോസ്കി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിനെ ഇതാക്കിയിട്ട് ഉണ്ടാക്കി അന്ന് വരുന്ന സീലിങ്സ് എല്ലാം കണ്ടാണ്. നല്ല രസമുള്ള ഇതൊരു അടിപൊളി മെട്രോ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട ഗ്രേ കളർ മെട്രോ സ്റ്റേഷൻ എന്നും കൂടി ഇതിന് അറിയപ്പെടുന്നുണ്ട്. Yes, now I am in the most beautiful metro station in the St. Petersburg. It is Auctovo. Let's see. ഇത് വർക്കുകൾ നോക്കിയാളെ ഗംഭീര സാധനമല്ലോ നോക്കിയാ. ഫോണ് പില്ലേഴ്സിനൊക്കെ ഒരു റിച്ച്നെസ് ഈ ഷാൻഡിയറെല്ലാം കണ്ടോ. ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും അത് ചേഞ്ച് ആക്കാതെ അത് ആ ലെവലിൽ കൊണ്ടുപോകുന്നത്. മെട്രോസ് ഒക്കെ ഭയങ്കര മോഡേൺ ലുക്ക് തന്നെയാണ് അത്യാവശ്യം ഉള്ളത്. അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണുള്ളത്. ഉസ്ബെക്കിസ്ഥാനിലെ ഭയങ്കര സൗണ്ട് ഒക്കെ, പക്ഷെ ഇപ്പോഴും ആ സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ലൈനിലാണ് ഞാൻ ഇപ്പൊ പ്രോസ്പെക്ട് വെട്ടർനോ എന്ന് അറിയില്ല, റെഡ് ലൈനിലാണ് ഏറ്റവും കൂടുതൽ മെട്രോസ് ബ്യൂട്ടിഫുൾ വരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഞാൻ ഈ മെട്രോ സ്റ്റേഷനിൽ പോയത് രണ്ടും ഒന്നായിരുന്നു, അവിടെ കണ്ടു. അതിനുശേഷം ഞാൻ അവിടുന്ന് നേരെ ഇവിടെ വന്നു. ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെ, അത് രണ്ടും കണ്ടു. പിന്നെ ഞാൻ അവിടെ നേരെ ഇവിടേക്ക് പോയി, അഡ്മിറൽറ്റസ്കായ പോയി, അവിടെ തിരിച്ചു ഇവിടെ വന്നു. പിന്നെ ഈ ലൈനിൽ നേരെ വന്ന് 1, 2, 3 ഇപ്പൊ 3, 5 ഏകദേശം 8, 9 മെട്രോ സ്റ്റേഷൻ ഞാൻ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ സമയം 5 മണി ആവാനാവും.
ഒരു 1.5 മണിക്കൂർ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ. മോസ്കോ പോലെ തന്നെ ഇവിടെ അത്യാവശ്യം കാണാൻ മാത്രമുണ്ട്. നല്ല മെട്രോ സ്റ്റേഷൻസ് ആണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് രാഷ്ട്രീയക്ക് വന്നിരുന്ന വലിയ ആളില്ല. രാവിലെയും വൈകുന്നേരം വരാതിരിക്കുക. ഇവിടെ ആളുകൾ ജോലിക്ക് വരുന്നത് ഭയങ്കര റഷായിരിക്കും, ഭയങ്കര ക്രൗഡുമാണ്. അപ്പോ ഈ ഒരു മിഡ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് കണ്ട് നല്ല ക്യാമറ ഒക്കെ അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോ ഫുൾ ആസ്തറ്റിക് വൈബ്സ് ആണ്. നമ്മൾ നേരത്തെ കയറിയ മെട്രോ സ്റ്റേഷനിൽ തന്നെ വന്നിറങ്ങി. വെറുതെ അൺലിമിറ്റഡ് ഒന്നും എടുക്കണ്ട. നമ്മൾ മെട്രോനുള്ളിൽ തന്നെയാണ് കറങ്ങുന്നതെങ്കിൽ 81 ഒറ്റ ടിക്കറ്റ് എടുത്താൽ നേരം. മെട്രോന്ന് ഇതൊരു വൺ ടാപ്പിനാണ് പൈസ, അല്ലാതെ ഇത്ര ദൂരം പോയി എന്നൊന്നുമില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ മെട്രോന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ. നമ്മളെല്ലാ ലൈനിലും ഇങ്ങനെ മാറി കയറി നമുക്ക് ആവശ്യമില്ല എല്ലാ സ്റ്റേഷനും കണ്ടിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. അപ്പോൾ ഒന്നും കൂടി എനിക്ക് കയറേണ്ടി വരും എൻ്റെ റൂമിന് അങ്ങോട്ട് പോകും. ബട്ട് സ്റ്റിൽ ഓക്കെ, എനിക്ക് 160 ആവുന്നുള്ളൂ. അങ്ങനെ മെട്രോ സ്റ്റേഷൻ കണ്ടിറങ്ങിയതാ. നേരത്തെ പെരുമായത് നമ്മൾ പോയതല്ലേ, ഇപ്പം ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ പെട്രോഫിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ പെട്രോഫിലേക്ക് ഇവിടുന്ന് ഞാൻ ബസ്സൊക്കെ കയറി എത്തുമ്പോൾ 1 hour എന്തായാലും എടുക്കും. പിന്നെ 8 മണിക്ക് ഇത് ക്ലോസ് ആവും. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. അപ്പം അതിനെന്നല്ല ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് സ്ഥലം കാണാമെന്ന് വിചാരിച്ച്. പിന്നെ ആ ഒരു പള്ളി കാണുന്നത്, ഞാൻ ഈ പള്ളി കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള മുസ്ലിം വലിയ പള്ളിയാണ്. മാഷാ അല്ലാ, കിടിലൻ പള്ളി കേട്ടാ. എനിക്ക് തോന്നുന്നു ഉസ്ബെക്കിസ്ഥാനികളെങ്ങനെ ഉണ്ടാക്കിയാൽ വന്നത് അതേ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെ, ഉസ്ബെക്ക് എൻട്രി തന്നെയാണത്. അതിന്റെ പുറമെ അതാ ഒരു ട്രാം വരുന്നത് നിങ്ങൾക്ക് കാണാം. ട്രാമിൽ ഞാൻ ഇതുവരെ കയറിയില്ല കേട്ടോ. അതിന്റെ ടിക്കറ്റിങ്ങും മറ്റേ ഇതുപോലെ തന്നെ ആയിരിക്കും തോന്നുന്നു. വിസിറ്റേഴ്സിന് 5 മണി വരെ അലൗഡ് ഉള്ളതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും പ്രയറിന് ഒരു സമയത്ത് ശരിക്കും ഓപ്പൺ ആക്കി വിടേണ്ടതാണ്. കാരണം ഇവിടെ 5:30 ഇനി അസർ ബാങ്ക് കൊടുക്കുള്ളൂ. ഓപ്പൺ ആവുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ. ചിലപ്പോൾ ഇവിടുത്തെ ഒരു ചുമ്മാക്കെ നടക്കുന്ന പള്ളികളതായിരിക്കും. ഞാൻ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ അതിനെ ബേസ് ചെയ്ത് തൊട്ടടുത്ത് വേറെ മെട്രോ സ്റ്റേഷൻ ഉണ്ടോ നോക്കി അങ്ങനെ മാപ്പ് നോക്കി പഠിച്ചതാ. താഴത്ത് മെയിൻ ഹാളൊക്കെ ക്ലോസ്ഡ് ആണ്. എവിടെയും നിസ്കരിക്കുക, പക്ഷേ ഒന്നും ഓപ്പൺ ആക്കുന്നില്ല. ഒരു എന്താണ് ടൈമിങ് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ബാങ്ക് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഓപ്പൺ ആക്കും. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന 6 മണിക്ക് ശേഷം ഓപ്പൺ ആക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പള്ളി. നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷേ പുറത്തുനിന്ന് ഇവിടുന്ന് ഒതെടുത്തവരാണ് പറയുന്നത്. നോക്കട്ടെ, ശ്രദ്ധിക്കുക. അവിടെ അങ്ങനെ എന്താ പറയാ, നിസ്കരിക്കാനുള്ള സമയത്ത് മാത്രം ഇങ്ങനെ വാഷ്റൂം കാര്യങ്ങൾ ഓപ്പൺ ആക്കുള്ളൂ. ഒതു കൊടുക്കാൻ പോലും സൗകര്യം ഉണ്ടായില്ല. പിന്നെ ക്ലോസ് ആക്കിയിട്ടായിരുന്നു. ഹനഫി മദ്ഹബാണെന്ന് പറഞ്ഞു. അപ്പം അവർ വേറെ എന്തൊക്കെയോ ടൈമിംഗ് ആണ് അവരുത്. അങ്ങനെ തൊട്ടടുത്തൊരു കഫേ കാണിച്ചു തന്നു. ഇവിടെ വന്നിട്ട് ഒതെടുത്ത് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഒതെടുത്ത് പോയപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇതൊരു താജിക് ഉസ്ബെക്കിസ്ഥാൻ റെസ്റ്റോറൻറ്റ് കാണിച്ചില്ല. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ചായ കിട്ടും. അപ്പം അങ്ങനെ ഞാൻ ഒരു കട്ടൻ ചായയും ഒരു കേക്കും വാങ്ങി കഴിച്ചുകൊണ്ടിട്ടാണ്. ഇത് കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. Where is it? This all yours, yes? This all me. ഇന്റർനാഷണൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കളഞ്ഞ് ഫുൾ ഇംഗ്ലീഷിൽ വീഡിയോസ് ആയിരിക്കും. യമൻ എന്നുള്ള സബ്സ്ക്രൈബർ, ഫലസ്തീൻ എന്നുള്ള സബ്സ്ക്രൈബർ. മാഷാല്ലാ, ബൈ ബൈ ഷോയൽ, ബൈ. അപ്പൊ ഇതാണ് പള്ളി. പള്ളി നേരെ ഇറങ്ങി വന്നാൽ ചെറിയൊരു കഫേന്റെ ബോർഡ് കാണാം. അതാണ് അവന്റെ കഫേ. ആക്ച്വലി അവിടെയുള്ള ചെങ്ങ നല്ല ഇംഗ്ലീഷ് വരണ്ടോ. ഓപ്പണാ വന്നേ. അവൻ ഷവർമ മേക്കറും അവന്റെ ഷോപ്പാണെന്ന് തോന്നുന്നു. ഗംഭീര ഷവർമ കേട്ടോ. ചില്ലറ എന്നല്ല ഉള്ളത്, 1 ടൈപ്പ് ഓഫ് ഷവർമ ഉള്ളത്. സോ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെട്രോ സ്റ്റേഷൻസ് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. അധിക സ്ഥലത്ത് ഇതുപോലെ ബിൽഡിങ്സിന്റെ അടിയിലൊക്കെ ഉണ്ടാവും. ആ സിമ്പിൾ കാണിക്കുന്നില്ല, മാപ്പിൽ അങ്ങനെ കാണിക്കട്ടോ. ഒരു എമ്മിന്റെ സിമ്പിൾ കാണാം. പിന്നെ നമ്മൾ ചിലപ്പോൾ പണ്ടത്തെ മെട്രോ സ്റ്റേഷൻ ഉണ്ടാക്കി പിന്നെ മേലെ ബിൽഡിങ്സ് ഉണ്ടാക്കിയായിരിക്കും. ബിൽഡിംഗ് എവിടെ, മെട്രോ എവിടെ നോക്കി നടക്കണ്ട. സോ ബില്ലെല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ ഇതാണ് നെവിസ്കി പ്രോസ്പെക്ട് എന്ന് പറയുന്നത്. നെവിസ്കി പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ആണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അതില് ഒരുപാട് ഷോപ്പും കഫേസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് ഞാൻ ഇന്നലെ വന്നപ്പോൾ കാണിച്ചില്ല. ആ ബിൽഡിംഗ് കസാൻ കത്തീഡ്രലൊക്കെ ശരിക്കും വരുന്നത് നെവിസ്കി പ്രോസ്പെക്ട് തന്നെയാണ്. വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആൻഡ് എന്താ പറയുക ലോങ്ങസ്റ്റ് സ്ട്രീറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ആക്ച്വലി അത് എക്സ്പ്ലോർ ചെയ്യാൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്ന് ഏതായാലും ടൈം ഉണ്ട്, അപ്പൊ അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ്. പിന്നീടുള്ളത് ഞാൻ പറഞ്ഞില്ല, പിന്നീട് എനിക്ക് പോകാനുള്ള മ്യൂസിയം, ആർട്ട് ഗാലറീസ് ഒക്കെ ആണ്. അതൊക്കെ ഓൾമോസ്റ്റ് 8 മണി ആകുമ്പോൾ ക്ലോസ് ചെയ്യണ്ടാവും. പിന്നെ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല അതിലൊന്നും. അതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും പോകാത്തത്. കാരണം ടിക്കറ്റ്സ് ഉണ്ടാവും, പിന്നെ കയറിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമൊന്നും ഇല്ല. ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് നല്ലോണം മെട്രോയിലൊക്കെ നടന്ന് ടയർഡ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് നാളെ രാവിലെ 5:30 കസാനിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകണം. അപ്പൊ നെവിസ്കി പ്രോസ്പെക്റ്റിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഇതൊരു സ്ട്രീറ്റിന്റെ പേരാന്നുള്ളൂ, പ്രത്യേകിച്ച് ഒരു സ്ഥലം എന്നല്ല. ഒരു സ്ട്രീറ്റിൽ മൊത്തം വരുന്നത്. ഇതിൽ കുറെ മ്യൂസിയം ഉണ്ട്, ഗാർഡൻ ഉണ്ട്, അങ്ങനെ പല പരിപാടികളുണ്ട്.
പിന്നെ നിങ്ങൾക്ക് നല്ല രസം ഈ വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കുറെ സ്ട്രീറ്റ് സിംഗേഴ്സിനെ കാണാം, കുറെ ഫുഡ്സ് ട്രൈ ചെയ്യാം, കുറെ ഷോപ്പിംഗ് ചെയ്യാം. നല്ല അടിപൊളി മറ്റേ ഈവനിങ് ഇത് കാണുന്നില്ലേ. പക്ഷെ അധികം ടൈമൊന്നും ഇല്ല കേട്ടോ, സൺലൈറ്റ് ആവുന്നുള്ളൂ. അതായത് ഇത് കഥൻ കത്തീഡ്രലിതാ, ഇത് സിംഗർ ഹൗസിലൊന്നും ഞാൻ കയറിയിട്ടില്ല. അതുപോലെ മരിൻസ്കി തിയേറ്റർ, അങ്ങനെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഈ സ്ട്രീറ്റ്സിൽ. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയാൻ വിട്ടൊരു സ്ഥലമുണ്ട്. അതായത് നിങ്ങൾ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ് വരാണെങ്കിൽ പെട്രഹോഫ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പെട്രഹോഫിൽ എന്തായാലും ഒന്ന് പോയിക്കോളൂ, പക്ഷെ അതിന് സമയം കണ്ടെത്തണം. പെട്രഹോഫ് ഒരു വൺ പാലസ് ആണ്, അതാണ് സംഭവം. ഇവിടെ നിന്ന് ഒരു 1 hour എങ്കിലും പോകാണ്ട്. നിങ്ങൾ ടൂറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ വണ്ടിയിൽ പോകും, അല്ലെങ്കിൽ ബസ്സിന് എത്തിപ്പെടൽ കുറച്ച് പണിയുണ്ട്. എന്നാലും യാൻഡെക്സ് മാപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മിനിമം ഒരു ഹാഫ് ഡേ എങ്കിലും വേണം അവിടെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്ത്. എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് കാണാനുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ ബിൽഡിങ്സ്, ആർക്കിടെക്ട്സ് കാര്യങ്ങളാണ്. ഇല്ലാന്നുള്ളൂ. മേജറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, ബോട്ടിങ് ചെയ്തു, അത്യാവശ്യം കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ഞാൻ കണ്ട്. പിന്നെ എനിക്ക് മിസ്സായ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഫുഡാണ്. അപ്പൊ ഞാൻ റഷ്യൻ ഫുഡ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാർക്കറ്റ് പ്ലേസ് കാണുന്നുണ്ടോ, അങ്ങനെ സ്ഥലത്താണ് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് കിട്ടും. സ്ട്രീറ്റ് സിംഗേഴ്സും ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒരു ഭയങ്കര ലൈഫ് സ്റ്റൈലാണ് കേട്ടോ അവിടെ. നല്ല രസം. അതുപോലെ എല്ലാ ആൾക്കാരെയും നിങ്ങൾ നോക്ക്, നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളും. ആരും കാര്യത്തിൽ ഇടപെടുന്നില്ല, ആർക്കും എങ്ങനെ വേണമെങ്കിലും നടക്കാം. സോ ഫുൾ ഒരു എന്റർടൈൻമെന്റിനുള്ള സ്ഥലമാട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ളതൊന്നായിട്ട് യാതൊരു ഇതുമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പോകുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. നമ്മൾ വിചാരിച്ചതിന്റെ ഒക്കെ അപ്പുറത്താണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതുവരെ ഉള്ളത്. ഇനി ഒരു സ്ഥലം കൂടി ഉണ്ട്, ഹോപ്പ്ഫുള്ളി അതും കൂടി നന്നായിട്ട് എന്റെ പോട്ടെ, എന്നിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. സോ നമ്മള് ഒരു റെക്കമെൻഡേഷൻ കണ്ടിട്ട് വന്നാണ്. ടെറമോക്ക് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മെനു ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സ്വീറ്റ് പാൻകേക്ക് ആണ്, ശരിക്കും റഷ്യൻ മോഡലാണ് സാധനം. ബനാന ആൻഡ് ചോക്ലേറ്റ് സോസ് പറഞ്ഞുള്ള സാധനം. ഇത് ഇവിടെ ഉണ്ടോ, നല്ല തിരക്കാണ്. ചെറിയ റേറ്റ് ഉള്ളൂ അവിടെ. എല്ലാ സാധനത്തിനും 260 എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചെറിയ ദിറംസ് വരുന്നുള്ളൂ. ഇവിടെ കണ്ട അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ടെറമോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ ബ്രാൻഡാണ് കേട്ടോ. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക്, ഒരുപാട് ബ്രാഞ്ച് നമുക്ക് കാണാനും പറ്റില്ല. പാൻകേക്ക് വിത്ത് ബനാന ഫില്ലിംഗ് ആൻഡ് ന്യൂട്ടല്ല, ഉള്ളതിൽ ഏറ്റവും നല്ല അതാണെന്ന് തോന്നി ഞങ്ങൾ എടുത്താം. അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ എന്തൊക്കെയോ ഫില്ല് ചെയ്ത സാധനം കിട്ടും. മെയിൻ ബ്രാൻഡാണ് ടെറമോക്ക്. ടെറമോക്ക് എന്നാണ് ഇതിന്റെ പേര്. അടുത്ത് നമ്മൾ കയറിയിരിക്കുന്ന ഷോപ്പിന്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഫുഡ് ചെയിൻ ആണ്. സ്റ്റോളോവായ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ സിമ്പിൾ വേണമെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാവാം. ഭയങ്കര സെറ്റപ്പുള്ള റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ ചെറിയ പൈസയുള്ള എല്ലാത്തിനും. ഇത് ഒളിവിയ സലാഡാണ്. ഇവിടെ ന്യൂ ഇയറിന് എല്ലാ റഷ്യൻ ഫാമിലിയും ഒക്കെ ഉണ്ടാക്കുന്ന ഐറ്റാണ്, ഓരോ ഐറ്റാണ്. പിന്നെ ബീഫ് സ്ട്രിഗണോഫ്, ഇത് റെക്കമെൻഡേഷൻ കിട്ടിയ ഐറ്റാണ്. പിന്നെ മാക്രോണി, പിന്നെ ഇത് ചെറി ജ്യൂസ്. എല്ലാം 50-60 അങ്ങനെ വരുള്ളൂ. ഏകദേശം എല്ലാം കൂടി 300 രൂപ ആയിട്ടുള്ളൂ. ഞാൻ കഴിച്ചു നോക്കട്ടെ. നമ്മള് വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ലെവലിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ഫുഡ് എക്സ്പ്ലോറേഷൻ ആയി നടത്താം. സോ ഗായ്സ്, ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ ഫ്രം സെന്റ് പീറ്റേഴ്സ്ബർഗ്. അങ്ങനെ രണ്ട് റെക്കമെൻഡേഷൻ കിട്ടി, 2 സ്ഥലത്തും കയറി നോക്കി. ഒരു ഫുഡ് ചെയിൻസ് ആണ് സംഭവം. അവരുടെ കുറെ ഫുഡ്സ് ഉണ്ട്, ചീപ്പാണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണെന്ന് തോന്നി. അപ്പൊ അത് കഴിച്ചു. കസാൻ കത്തീഡ്രലാണ് ഞാൻ തുടങ്ങിയത്. കസാൻ കത്തീഡ്രൽ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ പോകുന്നത് കസാനിലേക്കാണ്, ആക്ച്വൽ കസാനിലേക്കാണ്. നാളെ രാവിലെ ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പം തന്നെ 11 മണിയായി. പെട്ടെന്ന് പോയിട്ട് കിടക്കട്ടെ, 2-3 മണിക്കൂർ ഉറങ്ങാൻ കിട്ടുള്ളൂ. സോ അടിപൊളി സ്ഥലമാണ് മോസ്കോ പോലെ തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗും. ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ജസ്റ്റ് ആഡ് ഇൻ യുവർ ഐറ്റിനറി. മിനിമം 2 days വെക്കാം, പറ്റുമെങ്കിൽ 3 days വെക്കാം. ഇറ്റ്സ് ലോട്ട് ടു എക്സ്പ്ലോർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളൊക്കെ ചൊവ്വ, ബുധൻ, ചിലതരം ബുധൻ വ്യാഴങ്ങളൊക്കെ അവധിയാണ്. അതൊക്കെ നോക്കിയിട്ട് വേണം ഐറ്റിനറി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പരമാവധി എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിടാം. ദാറ്റ്സ് ഓൾ. ബൈ ബൈ.